വത്തിക്കാൻ സാമ്പത്തിക കാര്യാലയത്തിന്റെ ആദ്യ പ്രീഫെക്റ്റായിരുന്ന ഓസ്ട്രേലിയൻ കർദിനാൾ ജോർജ് പെല്ലിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഔപചാരിക ബഹുമതികളോടെ നടത്തപ്പെട്ടു. വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കർദിനാൾ സംഘത്തിന്റെ തലവൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്ട്രയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നത്. ശുശ്രൂഷകളുടെ അവസാന ഭാഗങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ പ്രാർത്ഥനകൾ നയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മെത്രാന്മാരും കർദിനാൾമാരും വിശ്വാസികളും അടങ്ങുന്ന വൻ ജനസമൂഹമാണ് കർദിനാൾ ജോർജ് പെല്ലിന് യാത്രാമൊഴി ചൊല്ലാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സമ്മേളിച്ചത്. കർദിനാൾ ജോർജ് പെല്ലിന്റെ വിയോഗവാർത്ത തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്ന് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച കർദിനാൾ സംഘത്തിന്റെ തലവൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ പറഞ്ഞു. ദൈവത്തിന്റെയും സഭയുടെയും മനുഷ്യനായിരുന്ന കർദിനാൾ പെൽ അഗാധമായ വിശ്വാസവും സഭാ പ്രബോധനങ്ങളിൽ ഉറച്ച ദൃഢതയുമുള്ളവനായിരുന്നുവെന്നും എപ്പോഴും മടികൂടാതെ ധൈര്യത്തോടെ വിശ്വാസ സത്യങ്ങൾ പ്രതിരോധിച്ചിരുന്നുവെന്നും കർദിനാൾ ബാറ്റിസ്റ്റ അനുസ്മരിച്ചു. ക്രിസ്തുവിനോട് വിശ്വസ്തനായിരിക്കുന്നതിൽ മാത്രം ശ്രദ്ധാലുവായിരുന്ന കർദിനാൾ പെല്ലിനെ പാശ്ചാത്യ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരുന്ന വിശ്വാസത്തിന്റെ ദുർബലതയും ധാർമ്മിക പ്രതിസന്ധിയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നുവെന്ന് കർദിനാൾ ബാറ്റിസ്റ്റ ഓർത്തെടുത്തു. അന്യായവും വേദനാജനകവുമായ ആരോപണങ്ങളുടെ പേരിൽ ജീവിതത്തിന്റെ അവസാന വർഷങ്ങൾ സഹനപൂരിതമായിരുന്നെങ്കിലും ദൈവത്തിന്റെ വിധിയിലുള്ള ഉറച്ച വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അവയെ അതിജീവിച്ച കർദിനാൾ പെല്ലിന്റെ ജീവിതം അന്യായ ആരോപണങ്ങൾ നേരിടുന്നവർക്ക് മുന്നിൽ അതിജീവനത്തിന്റെ മാതൃകയാണെന്നും കർദിനാൾ ബാറ്റിസ്റ്റ ചൂണ്ടിക്കാട്ടി. നല്ലവനും കാരുണ്യസമ്പന്നനുമായ ദൈവം തന്റെ സ്നേഹത്തിന്റെ സമാധാനത്തിലേക്കും സാമീപ്യത്തിലേക്കും കർദിനാൾ പെല്ലിനെ സ്വാഗതം ചെയ്യട്ടെ എന്ന് കർദിനാൾ ജിയോവാനി പ്രാർത്ഥിക്കുകയും ചെയ്തു. കർദിനാൾ പെല്ലിന്റെ സെക്രട്ടറി ഫാദർ ജോസഫ് ഹാമിൽട്ടൺ, കാലം ചെയ്ത ബെനഡിക്ട് പാപ്പയുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വെയിൻ എന്നിവരും ശുശ്രൂഷകളിൽ സഹകാർമ്മികരായി. മൃതസംസ്കാര ചടങ്ങുകളുടെ സമാപനത്തിൽ ബസിലിക്കയിലെത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവം കർദിനാൾ ജോർജ് പെല്ലിന്റെ ആത്മാവിനെ എല്ലാ വിശുദ്ധന്മാരുമായും വിശ്വസ്തരുമായും ഒരുമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മരണത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും മോചിക്കപ്പെട്ട് പിതാവിനോട് അനുരഞ്ജനം പ്രാപിച്ച് നല്ല ഇടയന്റെ കരങ്ങളിൽ വഹിക്കപ്പെട്ട് നിത്യനായ രാജാവിന്റെ കൂട്ടായ്മയിൽ പൂർണ്ണമായ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് കാരുണ്യമുള്ള ഒരു വിധി നൽകപ്പെടട്ടെ എന്നും പാപ്പ പ്രാർത്ഥിച്ചു. വിശുദ്ധ ജലം തളിച്ചുള്ള പ്രാർത്ഥനയ്ക്കും ധൂപാർച്ചനയ്ക്കും പ്രാർത്ഥനാ ഗീതങ്ങൾക്കും ശേഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് കർദിനാൾ പെല്ലിന്റെ മൃതശരീരം കൊണ്ടുപോയപ്പോൾ കരഘോഷം മുഴക്കി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള അദ്ദേഹത്തിന്റെ മുൻ കത്തീഡ്രലായ സെന്റ് മേരീസിലാണ് കർദിനാളിനെ സംസ്കരിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.